കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാവരെയും വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ആസ് Pastor was introducing, I come from Chhattisgarh, which is in India, and sometimes I boast about the place where I am coming from is like this. If you talk about India, if you see the map of India, India has got a head, and India has got one leg, and India has got two hands too. So if you check the map, Chhattisgarh is India's left side ilana. So sometimes I say that I come from the heart of India, and my heart beats for India. Praise God. And I am a living testimony of what the Lord is doing in this wonderful land of India. Praise God. So I understand that this is a time for Bible study, and praise the Lord. Praise the Lord. I pray that the Lord will lead me according to His will. Before I start, I would like to read a verse from the scriptures. അപ്പോസ്തല പ്രവൃത്തി 22-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. Acts chapter 22 verse 9. We read it like this. Praise God. So I said, what shall I do, Lord? And the Lord said to me, arise and go into Damascus. So this is a question where Apostle Paul is asking the Lord when he had this great call. The reason why we are here is because sometimes we might think that it is because it is a call for our family, because I am coming from so and so place. But again, it's always by grace that we are here in this place. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് ഈ സ്വർഗീയ ആരാധനയിൽ നമ്മൾ ആരാധനയ്ക്കായി നമ്മുടെ ആയിരിക്കുമ്പോൾ നിശ്ചയമായും കർത്താവിൻ്റെ വലിയ കൃപയാലാണ് നാം ആയിരിക്കുന്നത്. ദ റീസൺ ഫോർ അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയ ചില കാര്യങ്ങളല്ല. ഇറ്റ്സ് ബിക്കോസ് വാട്ട് ക്രൈസ്റ്റ് ഹസ് ഷോൺ us ഇൻ ദ ക്രോസ് ദാറ്റ് ഹെൽപ്സ് us ടു താങ്ക് ദ ലോർഡ്. ആമേൻ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. I would like to share some of those things that has happened in my life. Maybe I believe that that's going to be an encouragement for the church. When I am here in this US, this is my first trip to the US, but again, my prayer is that എൻ്റെ ഈ ഒരു യാത്ര കാരണം ഒത്തിരി ആൾക്കാർ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് വരുമ്പോൾ, ഛത്തീസ്ഗഡ് ഇസ് നോട്ട് എ വെരി ഈസി പ്ലേസ് ദീസ് ഡേയ്സ്. ഐ നോ ദാറ്റ് സോ മെനി ഓഫ് യു ആർ പ്രേയിങ്, ബട്ട് അഗൈൻ ഐ എം എ ലിവിങ് ടെസ്റ്റിമണി where I am seeing God moving in our place. Amen. നമ്മൾ പലപ്പോഴും ഭയപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങൾ ഛത്തീസ്ഗഡ് വരുമ്പോഴും നിശ്ചയമായും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വളരെ പവർഫുള്ളാണ്. മേ ബി എൻ്റെ ക്രിസ്ത്യൻ ലൈഫ് started in Kerala. I am born and brought up in Kerala. And I never knew the Lord. കർത്താവിനെ അറിയേണ്ടതുപോലെ എനിക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞില്ല. എൻ്റെ 10th സ്റ്റാൻഡേർഡ് ആയപ്പോൾ അത്ഭുതകരമായിട്ട് ഈ കർത്താവിനെ മീറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഫ്രം ദെൻ ഓൺവേർഡ്സ് ഐ ബീൻ സീയിങ് ദ ലോർഡ് മൂവിങ് പവർഫുള്ളി ഇൻ മൈ ലൈഫ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. ഞാൻ കോളേജിലെത്തിയപ്പോഴത്തേക്കും ഞാൻ വളരെ കർത്താവിനെ സ്നേഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ബിക്കോസ് ഐ ഓൾവേസ് സീ ദ ലോർഡ് ഡൂയിങ് വണ്ടർഫുൾ മിറക്കിളസ് തിങ്സ് ഇൻ മൈ ലൈഫ്. ഞാനൊരു ഗ്ലിറ്ററിങ് ക്രിസ്ത്യൻ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് കർത്താവ് നടത്തും, വിശ്വസിച്ചാൽ കർത്താവ് കരുതും. ഇറ്റ്സ് വെരി ട്രൂ. If you're going through difficult situations, I want to നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, the Lord is, hallelujah, wonderful. കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ എൻ്റെ കോളേജിൽ എറണാകുളത്ത് QSAT എന്ന് പറഞ്ഞ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. I was doing my BTech Electronics and Communication. ആൻഡ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. കർത്താവിൻ്റെ ജീവിതത്തിൽ എന്നോട് ഇടപെട്ടു. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് the most amazing thing that the Lord wants from my life is to share about Christ. Amen. As you are living in the US, this is what just wanted to encourage all of you. This is the most wonderful thing that you can always give to this nation, to tell about Jesus. Amen. I'm a missionary from India. Maybe I might tend to say that we need so many missionaries coming to India. But again, mission field is not about India or going to be a remote place. But again, I believe that mission field
ഇസ് ആർ നെയ്ബർഹുഡ് മെനി ടൈംസ്. പ്രൈസ് ഗോഡ്. തീർച്ചയായിട്ടും ആമേൻ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം കർത്താവ് എന്നോട് ഇങ്ങനെ ഇടപെടാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഐ എം ഗോയിങ് ടു ഗോ ഫോർ മിഷൻസ്. പക്ഷേ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യണം, യു വിൽ ഹാവ് ടു വെയിറ്റ്, യു ഹാവ് ടു ഹിയർ ദ കോൾ ഫ്രം ഗോഡ്. കർത്താവിൻ്റെ ശബ്ദം നീ കേട്ടു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നീ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. സോ ദാറ്റ് വാസ് എ വെരി ടഫ് തിങ്. എന്ന് പറഞ്ഞാൽ ഐ മേഡ് അപ്പ് മൈ മൈൻഡ് ദാറ്റ് ഐ നീഡ് ടു ഗോ ഫോർ മിഷൻസ്. ബട്ട് അഗൈൻ ഞാൻ കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഐ വാസ് വർക്കിംഗ് ഇൻ ടെക്നോ പാർക്ക് which is in Trivandrum as a IT person. And after my marriage, myself and my wife had the opportunity to go to Middle East. I was working in Dubai in a company called Honeywell as a building automation engineer. My life was very cool. Things were happening. And if you talk about Middle East is a place where നമുക്ക് ഒത്തിരി ആത്മീയമായ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. പ്രോബ്ലി US-ലും അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം there are so many opportunities to സെർവ് ദ ലോഡ്. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോകാനുള്ളതാണ്. സോ വി ഹാഡ് ദിസ് ഇൻ അവർ മൈൻഡ്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ വൈഫ് പ്രോബ്ലി കിച്ചണിൽ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ ആ സ്റ്റൗ ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഷീ ഹേർഡ് ദ ലോഡ് സ്പീക്കിംഗ്. And she heard the Lord speaking to her, മിനി സമയമായി, നീ എനിക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറയാനിടയായി തീർന്നു. എൻ്റെ വൈഫ് ഓടി വന്നു എന്നോട്. ഞാനൊരു ഡെസ്കിലിരിക്കുകയായിരുന്നു. ഷി വാസ് കോളിങ്, അച്ചാച്ച ഐ ഹേർഡ് ദ ലോഡ് സ്പീക്കിംഗ്. Praise God. If you are going through different difficulties in your life, one thing that I want to encourage you is to hear the Lord speak to us. Praise God. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറ്റപ്പെടുവാനുണ്ട് ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ആമേൻ എ ഡെഫിനിറ്റ് വോയിസ്. ആമേൻ. കർത്താവിൻ്റെ ശബ്ദത്തോടുകൂടെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം നമുക്ക് വേണ്ടി കർത്താവ് ആമേൻ അവൻ്റെ അത്ഭുത വഴികളെ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ വി മേഡ് അപ്പ് അവർ മൈൻഡ് ആൻഡ് വി കുഡ് റിസൈൻ ദ സോ കോൾഡ് ജോബ് ദാറ്റ് വി വർ ഡൂയിങ് ആൻഡ് വി കെയിം ബാക്ക് ടു ഇന്ത്യ. ഞങ്ങളവിടെ ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടാണ് വന്നത്. ഇനിയും ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദാറ്റ് യു വിൽ ഹാവ് എ ഹാർട്ട് ടു പ്രേ. Praise God, especially for missions. I already know that this church is very much involved with missions. ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. So that you will be encouraged more to pray for what is happening around the globe. Amen. ഞാനും എൻ്റെ വൈഫ് മിനിയും ഞങ്ങൾ ഛത്തീസ്ഗഡിലെത്തി. So we landed up as Bible translators. So we are NRI Bible translators. നമ്മളവിടെ എത്തുകയാണ്. So the organization that has sent us, maybe they were wondering whether these guys are going to continue or not. So many people come to India as tourist missionaries. So they all also wanted to know, make sure that we're going to live there. ആദ്യത്തെ അനുഭവങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ വില്ലേജുകളിൽ പ്രോബ്ലി അവിടെ ഈ maybe, I don't know, toilet is not a good term to use in the US. We didn't have restrooms there. So it was always a challenge. I still remember we went to a village and we didn't have ഇങ്ങനെ കുളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. സോ അവിടുത്തെയുള്ള ഈ വില്ലേജിലുള്ള ഈ സഹോദരിമാരെല്ലാം ബോറിൽ വെള്ളം അടിക്കും. And they will put up their clothes like this and they'll take nice wash. So it's a very normal thing. But again, my wife never knew how to do that. And she was embarrassed. She didn't know what to do. So I still remember I had this Kerala lungi. നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? ഞാൻ ഈ ലുങ്കി I'm standing like this and people were watching. Come on, what is this guy doing? Praise the Lord, praise the Lord. So those were some of those things, where we were kind of wondering how we were going to do. Go forward, praise God. ഞാൻ ചില അനുഭവങ്ങൾ പറയുമ്പോൾ maybe you are going through different situations, different challenges in your life. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ ഒന്ന് ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറ്റപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. Maybe the situations that I went through is different, but again, I serve the same Lord who is working in Orlando.
ആമേൻ ഇന്ന് ദൈവസഭയുടെ മധ്യത്തിൽ കർത്താവ് ആമേൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ദ ഇനിഷ്യൽ ടാസ്ക് ദാറ്റ് ആസ് ട്രാൻസ്ലേറ്റേഴ്സ് that we were supposed to do is language learning. So we were supposed to learn a language which never had a script. So there were no so-called books. This is a oral community. അവരിങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. So it's not very easy to learn the language. If you search in Google, we'll not get the language. So all we have to do is that we have to spend time with them. So അവരുടെ ഈ ടൈമിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ വളരെ വ്യത്യാസമാണ്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്കും we are so adamant with time. When we say 10 o'clock, it's 10 o'clock. We have to maintain that. I still remember we had a MTT എന്ന് പറയുന്നത്, മദർ ടങ് ടീച്ചർ. സോ ഞങ്ങളൊരാളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. സോ വി ടോൾ ദം സുബഹ 9 बजे आप आना है, हम लोग को बैठना है, सीखना है. बट अगेन ഇദ്ദേഹം ഒരു ദിവസം വരത്തില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹം ഇങ്ങനെ ഈ സൂര്യനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ക്ലോക്ക് നോക്കിയിട്ടല്ല സമയം കാണുന്നത്, സൂര്യനെയൊക്കെ നോക്കിയിട്ടാണ്. അപ്പം ഞങ്ങളവിടെ ഇരിക്കും, ഞങ്ങൾ ചോദിക്കും ഈ ടേബിളിന് എന്തോ പറയുന്നത്, എഴുന്നേക്കുന്നതിന് എന്തോ പറയുന്നത്, ഇടിക്കുന്നതിന് എന്തോ പറയുന്നത്, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് കൈൻഡ് ഓഫ് വെരി ഡിഫറെൻറ്റ് ഫോർ ഹിം ആൻഡ് ഹീ സ്റ്റോപ്ഡ് കമ്മിങ് വിത്ത് അസ്. പ്രൈസ് ഗോഡ്. നമ്മുടെ കൂടെ ഇങ്ങനെ ഈ വന്ന് ഇരിക്കുന്നവർ അങ്ങ് നിർത്തിക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഇവരുടെ കൂടെ ഞങ്ങൾ ഖേത്തി പോവും, ഖേത്തിൽ നിന്ന് ഫാമിൽ പോവും, അവരുടെ ഈ ക്രോപ്സിൻ്റെ ആ സ്ഥലത്തോട്ട് പോവും. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു പ്രാവശ്യം എൻ്റെ വൈഫെന്ന് ഞാനായിരിക്കും ചിലപ്പം, ഓക്കെ. അപ്പോൾ ആൾ ഈ ഖേത്തിലോട്ട് ഇങ്ങനെ കാല് വെച്ചതേ ഉള്ളൂ, പെട്ടെന്ന് അവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് ആളെത്തി. എന്താ പറ്റുന്നത്, ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. സ്തോത്രം. പക്ഷേ ഇതിൻ്റെ മധ്യത്തിലെല്ലാം നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. സോ വി വർ ലിവിങ് ഇൻ ഇതെല്ലാം ഞങ്ങളുടെ ഇനീഷ്യൽ സിറ്റുവേഷൻസ് ആയിരുന്നു. വി വർ ലിവിങ് ഇൻ എ റൂം വെയർ ഇറ്റ് വാസ് 8 feet ലോങ്, പ്രോബ്ലി 10 feet വൈഡ്. ആ റൂമിന് മുകളിൽ ആസ്പെറ്റോസ് ആണ്. ഇഫ് യു ഹാവ് നെവർ സാറ്റ് ഇൻസൈഡ് എ ഓവൻ, ഐ റിക്വസ്റ്റ് യു ക്യാൻ കം ടു ഛത്തീസ്ഗഡ് ആൻഡ് യു ക്യാൻ ഫീൽ ഹൗ good it would be to sit inside an oven. പക്ഷേ ഞാൻ അതിൻ്റെ അകത്തിരിക്കും, ഐ വാസ് സീയിങ് മൈ വൈഫ് ലിറ്ററലി ക്രൈയിങ്. ആൻഡ് ആൾ കേരള യൂണിവേഴ്സിറ്റിയിൽ MCOM ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ ജോലിയൊക്കെ വിട്ടിട്ട് തിരിച്ചു വന്നുകൊണ്ട് നീ ഇപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ കണ്ട് കരയായിരിക്കും. ഞാൻ ചോദിച്ചു, മിനി എന്തിനാണ് കരയുന്നത്? അപ്പോൾ മിനി പറഞ്ഞു, അച്ചാച്ചാ ഇവിടെ വന്നു, ഈ ലാംഗ്വേജ് ട്രെയിനർ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നില്ല. വി ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. വി വെർ കൈൻഡ് ഓഫ് വണ്ടറിങ്. കമോൺ, സോ കോൾഡ് പല കാര്യങ്ങളെയും വിട്ടിട്ടാണ് മേ ബി വി റീച്ച്ഡ് ഹിയർ. എന്നിട്ട് അച്ചാച്ചി നമ്മളെന്തോ ചെയ്യാനാണ് ഇവിടെ വന്നത്. ഐ ഡിഡ്ന്റ് ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്. ബട്ട് അഗൈൻ ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ ആ റൂമിൻ്റെ അകത്തിരുന്ന് ഞങ്ങൾക്കറിയാവുന്ന മലയാളത്തിൽ ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഹല്ലേലൂയ. മേ ബി ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫസ്റ്റ് ഇയർ we both, myself and my wife, Minnie, were sitting inside the room and we were fasting for 21 days. But again, today, ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ, today before I was about to leave for US, we had a 21 days fasting and prayer. But again, we have fellowships around 29 villages in Chhattisgarh, and I believe that is the power of prayer. Praise God. Hallelujah. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആമേൻ പല അനുഭവങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആമേൻ നിശ്ചയമായും ആമേൻ പ്രാർത്ഥനയിൽ നാം തളരാതെ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ as we reach there, maybe we never knew what to do. If we are kind of speaking to somebody in English, they don't understand. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. പക്ക മലയാളികളായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദിയും അറിയത്തില്ല. അത്യാവശ്യം കുറേ മലയാളത്തിൽ വാക്ക് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഹേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് അഗൈൻ ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. പീപ്പിൾ സ്റ്റാർട്ടഡ് മോക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് അഗൈൻ ദേ സ്റ്റാർട്ടഡ് ലാഫിങ് അറ്റ് അസ്. നമ്മുടെ ഈ ഭാഷയും പിന്നെ ഈ കാണുമ്പോൾ തന്നെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ആക്ഷനും ഈ പെരടിയൊക്കെ കണ്ടിട്ട് ദേ വെർ കൈൻഡ് ഓഫ് വണ്ടറിങ്. We didn't know what to do. But again, the Lord impressed us. Why don't you go and start working among children? We didn't have children for so many years as a family.
പ്രൈസ് ദി ലോർഡ് ദാറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നതിന് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. Usually these Malayali people, we are all Malayalis kind of, but again they'll sometimes come and ask us when we don't have children. Usually ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തൊക്കെയുണ്ട്? And that has a second meaning also. Sometimes when we don't have children and we didn't know what to answer them. എന്നിട്ട് ചില ആൾക്കാരൊക്കെ പറയും, ये तो पागल हो गया इसलिए इसका बीवी के साथ ये लोग इतना घूम रहा है. എന്ന് വെച്ചാൽ ഞങ്ങൾ 100, 200, 300 കിലോമീറ്ററൊക്കെ ഇങ്ങനെ ബൈക്കിൽ നിന്ന് പോവുകയാണ്, കർത്താവ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ. പ്രൈസ് ഗോഡ്. സോ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോഴത്തേക്കും we started having a heart for children. Praise God. I praise the Lord that we have a wonderful Sunday school. ഞാൻ നമ്മുടെ കുഞ്ഞുവഞ്ചാൻ്റെ കൂടെയൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ അവരുടെ കൊച്ചുമക്കൾ മേ ബി ഗ്രേസ് വാസ് ടെല്ലിങ് ദാറ്റ് ദേ ഹാവ് സൺഡേ സ്കൂൾ ടിൽ ദെയർ കോളേജ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വലിയ ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ കൊടുക്കുന്ന നിശ്ചയമായും വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ആൻഡ് വി സംഹൗ കളക്റ്റഡ് സം VBS മെറ്റീരിയൽസ്. ആൻഡ് ഈ കുഞ്ഞുങ്ങളോട് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇഫ് യു ടോക്ക് ഇൻ മലയാളം, ഹിന്ദി ആൻഡ് സംടൈംസ് വി ഹാവ് ദിസ് ആഫ്രിക്കൻ ലാംഗ്വേജ് സോങ്സ് ഓൾസോ. ദേ വെരി ഹാപ്പി ടു ഹിയർ ഓൾ ദോസ് സോങ്സ്. സോ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ദം ആൻഡ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ പവർഫുൾ മിനിസ്ട്രി. So we started going to different villages. We have these children coming in and ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് പ്രോബ്ലി ഇഫ് യു ആർ ഫെമിലി വിത്ത് സെൻട്രൽ ഇന്ത്യ യു ക്യാൻ ഡെഫിനറ്റ്ലി റിലേറ്റ് ടു വാട്ട് ഐ എം ടെല്ലിങ്. ഈ സെൻട്രൽ ഇന്ത്യയിൽ മൗഹ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് പ്രേ ഫോർ ദാറ്റ്. ഈ മൗഹ എന്ന് പറഞ്ഞ ഫ്രൂട്ട് കൊണ്ട് ദേ വിൽ ഫെർമെൻറ്റ് ഇറ്റ് ആൻഡ് ദേ വിൽ മേക്ക് അരാക്ക് ഔട്ട് ഓഫ് ദാറ്റ്. ഈ ചാരായം അവർ ഉണ്ടാക്കും. എന്നിട്ട് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ദേ ക്യാൻ ഡു ഫാമിങ് ഓൺലി ബിക്കോസ് ഇഫ് ഹെവൻസ് ആർ ഓപ്പൺ ഓൺലി ദേ ക്യാൻ ഡു ഫാമിങ്. വൺസ് ഇൻ ഇയർ ഓൺലി ദേ ക്യാൻ ഡു ഫാമിങ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് വാട്ടർ. സോ ഈ 3-4 മാസം ഫാമിങ് കഴിഞ്ഞിട്ട് ദേ ആർ ഓൾ സിറ്റിംഗ് आराम से घर में बैठते हैं and they are very content also many times. Some of the reason why some of those ministers like us is able to minister is because we have so many people who are not content. If they have a Corolla car, they want a GMC car. If they have GMC car, somebody wants to have a what is that, Tesla car maybe. But again they are all very content. They just want to sit back, relax, दारू पीना है और मस्ती करना है. And that is how they sometimes live. And ഞാൻ ലിറ്ററലായിട്ട് കണ്ടിട്ടുണ്ട് 3 മാസം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പോലും ഇവരിങ്ങനെ ഡ്രോപ്പായിട്ട് ഇത് കുടിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ചെയ്യരുത് സർ. आपको क्या जानता है, ये पिएगा तो ये लोग बहुत आराम से सो जाता है, कोई दिक्कत नहीं करता है. അത് സത്യമാണ് താനും. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വളരുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഈ കർത്താവിൻ്റെ സ്നേഹത്തെ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ് VBS ആൻഡ് ഇതൊരു ഹിറ്റായി. പ്രൈസ് ഗോഡ്. സോ ഇനിയും പറയുന്ന കാരണത്തിന് വേണ്ടിയാണ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ കൂടുതൽ സ്ഥലങ്ങളിൽ VBS ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ഹിന്ദിയിലാണ് പറയുന്നത് കേട്ടോ. മേ തുറസ് നരാജ് ഹോ ഗയാ. ഐ കൈൻഡ് ഓഫ് ബിക്കെയിം ലിറ്റിൽ ബിറ്റ് അപ്സെറ്റ് വിത്ത് ദ ലോർഡ്. ഐ ക്യാൻ ഡു ദാറ്റ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇവിടെ ഞാനും മിനിയും മാത്രമേ ഉള്ളൂ. ഈ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ട്രെയിൻ കയറി പോലും ആർക്കും വരാൻ വേണ്ടി പറ്റത്തില്ല. എങ്ങനെ ഇനിയും കൂടുതൽ സ്ഥലത്ത് ചെയ്യുന്നൊരു കാര്യം ചെയ്യും. ഐ ലിറ്ററലി ടോൾഡ് ദാറ്റ്. കർത്താവേ, ഞങ്ങളുടെ ഈ 2ആയിട്ട് ഞങ്ങളെ അങ്ങ് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെ 4 വില്ലേജിലായിട്ട് അങ്ങ് അയച്ചു. അപ്പം കർത്താവ് ഞങ്ങളോട് പറഞ്ഞൊരു ആലോചന, ദീപക്, ഐ വോണ്ട് യു ടു ട്രെയിൻ പീപ്പിൾ. I mean, it's true that so many Kerala people or so many so-called great people are coming to North India. But again, North India is still sometimes like this. I want you to train people. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഏകദേശം ഒരു 800ഓളം കുഞ്ഞുങ്ങളെ ഞങ്ങൾ VBS പഠിപ്പിക്കാനായിട്ട് ഞങ്ങളെ കർത്താവ് സഹായിച്ചു. വി കുഡ് ട്രെയിൻ പീപ്പിൾ ഫ്രം ദെയർ. ലോക്കൽ പീപ്പിളാണ്. നമ്മൾ കാണിക്കുന്ന അത്രയും സ്റ്റൈലായിട്ട് അവരുടെ ആക്ഷൻ വരത്തില്ല. ബട്ട് അഗൈൻ ദേ ആർ മേക്കിംഗ് ഇറ്റ്. ഹല്ലേലൂയ. അനേകരുടെ ഇടയിലേക്ക് കടന്നു പോകാൻ. This is one prayer that I want to impress when I'm standing in front of the Orlando church. When the Lord asks for prayers many times. കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരി പല പ്രാവശ്യം പ്രേരിപ്പിക്കാൻ ഇടയാത്തിരുന്നു. One of the prayer that the Lord asked his disciples to pray for is pray for laborers. Amen. Hallelujah. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ,
ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഐ പ്രൈസ് ദ ലോർഡ് ദാറ്റ് യു ആർ സെൻഡിങ് സോ മെനി പീപ്പിൾ ടു വർക്ക് ഇൻ നോർത്ത് ഇന്ത്യ, ടു മിനിസ്റ്റർ ഇൻ നോർത്ത് ഇന്ത്യ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ ആമേൻ, ഈ പ്രയാസങ്ങളിൽ കൂടെ നോർത്ത് ഇന്ത്യ കടന്നു പോകുമ്പോഴും ഈ ദേശത്തെ വിടുവിക്കുവാൻ കർത്താവ് ശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രമായി. ആസ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ, ഐ എം റിമെമ്പറിങ് വൺ ഓഫ് മൈ VBS സ്റ്റോറീസ്. സോ VBS നമുക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ട് നടക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടിത് നടക്കുകയാണ്. സോ ഇതിപ്പോൾ ഞങ്ങൾ ഗ്രാജുവേഷനായി. സോ വി ഹാവ് സോ മെനി പീപ്പിൾ ഹു ആർ ഡൂയിങ് ദിസ് VBS. സോ ഞാനിപ്പം സെൻട്രൽ പാസ്റ്ററായി. ഞാനവിടെ വന്ന് പുറകെ ചെന്നിങ്ങനെ ഇരുന്നാൽ മതി. സോ പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. സോ ഒരു ദിവസം ഞാൻ ജോക്കടാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വി വർ ഹാവിങ് എ VBS പ്രോഗ്രാം. ഐ വാസ് സിറ്റിംഗ് ദെയർ ആൻഡ് ഐ സോ എ സ്മോൾ ഒരു കൊച്ചു പയ്യൻ വന്ന് സൈഡിൽ ഇരിക്കുകയാണ്. Okay, so I was seeing that they were doing all actions and this guy was simply sitting like this, kind of not interested. ഞാനോട് ഇരുന്നിരുന്ന് അവർ ആക്ഷൻ കാണിക്കുന്നതിനോട് ഞാനും കുറച്ച് ആക്ഷനൊക്കെ കാണിക്കുകയാണ്, so that he will be encouraged. And in the end I asked him, what is your name? And he told his name is Akshay. ചെറിയൊരു പയ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പം പറഞ്ഞു, കേട്ടിട്ടില്ല. ഈ കേൾക്കുന്നതൊക്കെ നിനക്ക് എങ്ങനെ തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്നാൽ കഴിയുന്ന കണക്ക് ഒരു കൊച്ചു കുഞ്ഞിനോട് എത്രത്തോളം പറയാൻ പറ്റും അതുപോലെ ഞാൻ കർത്താവിനെ കുറിച്ച് പറയാനിടയായി തീർന്നു. അന്ന് അവിടെ നിന്നുകൊണ്ട് പ്രോബ്ലി അവിടെ ഒരു ഗ്ലാസ്സിൽ ഞങ്ങൾ രസ്ന, ഇങ്ങനെ ഒത്തിരി വെള്ളം കലക്കിയ രസ്നയാണ്, രസ്ന ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവിടെ വെച്ച് ആ മോൻ രക്ഷിക്കപ്പെടാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് വൈകിട്ട് മേ ബി അവിടെ ഈ രാത്രിയുള്ള ഫെലോഷിപ്പൊക്കെ തുടങ്ങുന്നത് 8 മണിയാകുമ്പോഴാണ് എല്ലാവരും മീറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. ഒരു 9-9:30 ആകുമ്പോൾ തുടങ്ങും. പ്രോബ്ലി ഒരു 12 മണി വരെ. അങ്ങനെയാണ് സാധാരണ ഒരു വില്ലേജ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ വളരെ മെലിഞ്ഞ വരമ്പാണ്. സോ വി ആർ കൈൻഡ് ഓഫ് ബാലൻസിങ് ആർ സെൽഫ് ആൻഡ് വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ മീറ്റിംഗ് പ്ലേസ് ആൻഡ് ഐ സോ സംബഡി വാസ് സ്റ്റാൻഡിങ് ദെയർ, a short guy, and as I reached I understood that this is Akshay. Come on Akshay, क्या कर रहे हैं यार? So he was telling, uncle मैं आपके लिए इंतज़ार कर रहे थे. ഞാൻ പറഞ്ഞു, എന്താപ്പാ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം എന്ന് പറഞ്ഞ് ഞാൻ ആ മീറ്റിങ്ങിനെ വിളിച്ചുകൊണ്ട് പോയി. 12-1 മണിയായ മീറ്റിംഗ് കഴിഞ്ഞു. തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഈ അക്ഷയ്ക്ക് പോകാൻ വീടില്ല, ബിക്കോസ് ഹീസ് ഓർഫൺ. പ്രൈസ് ഗോഡ്. അന്ന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കാനിടയായി തീർന്നു. ഇതുപോലെ അനേകം പേര് കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ കാണുവാനായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഐ എം എ പേഴ്സൺ ഹു റെപ്രസെൻറ്റ്സ് നോർത്ത് ഇന്ത്യ. ആസ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ, as Saul heard the voice of the Lord, and this is what Saul was asking, Lord, what shall I do? The Lord said to me, arise and I go and go. നമ്മൾ ഇവിടെ ഇന്ന് ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ടാണല്ലോ ആയിരിക്കുന്നത്. ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ വേഗത്തിലിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. Amen. Hallelujah. As we are living this Christian life, the most wonderful thing that we can always exercise in our life is the plan of God. Amen. Hallelujah. Many times we think that we have ended up in a particular situation of our life is because of an accident. But again, my dear brothers and sisters, amen, hallelujah, our life is never an accident, but again, it is the plan of God. Amen. Hallelujah. Paul was singing that, I am doing a great job for the Lord. I'm persecuting Christians. I am doing that. I am doing this. But again, Paul, mind you, you are in the perfect will of God. Hallelujah. So it's always, what is success in our life? Amen. Many times we, as Americans, this is one word that will always excite us. Amen. Hallelujah. To become successful. But again, as we are looking forward to become successful, praise God, hallelujah, this is one thing that we can always do, to know the plan of God, to know the purpose of God. When do we meet to the purpose of God? We meet the purpose of God when we listen to what God is telling in our life. There was a man whose name was Moses. He is very familiar for us. He was a man who was ambitious to do many things. But again, our ambitions doesn't help us to meet into the purpose of God. But again, as we are listening to the voice of God,
that is where we are coming to the purpose of God. ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ എന്നെ പരിശോധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ എന്താണ് പറഞ്ഞത്, വ്യഗ്രതയോടെ ചില കാര്യങ്ങൾ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ചില ആൾക്കാർ ആറാംസെ കർത്തേ വ്യസനയ്യേ, അങ്ങനെയല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മളൊരു വ്യഗ്രതയോടെ തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മുടെ എടുത്തുചാട്ടങ്ങളല്ല ആമേൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുന്നതാണ്. ആമേൻ ഹല്ലേലൂയ. ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് വാട്ട് വി ക്യാൻ ഓൾവേസ് ടീച്ച് അവർ ചിൽഡ്രൻ ഓൾസോ, യങ്ങർ ജനറേഷൻ ഓൾസോ. ദിസ് ഇസ് എ വേൾഡ് ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് all kind of noises. I mean, there are so many people, there are so many teachers in this world who teaches so many different things. But again, it's always a good practice to always continue to ലിസൺ ഫ്രം ദ ലോഡ്. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഛത്തീസ്ഗഡിലായിരിക്കുമ്പോൾ, ഛത്തീസ്ഗഡ് ഇസ് നോൺ ഫോർ പെർസിക്യൂഷൻ, ബട്ട് അഗൈൻ ആമേൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻ ഓൾസോ ഐ ആം സീയിങ് ദ ഹാൻഡ് ഓഫ് ഗോഡ് മൂവിങ് ഇൻ ആർ മിഡ്സ്റ്റ്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമായിരുന്നു. ലാസ്റ്റ് വീക്കാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ചില ആൾക്കാരാണ് കോൾ ചെയ്തു, അത് ഭയ്യ ആപ്ക ഇന്തജാർ മേ ഹെ ലോഗ്. അപ്പം അവർ ബജ്രംഗ് ദളിൻ്റെ ഈ ഗ്രൂപ്പിൽ അവരിങ്ങനെ അവരുടെ ഫ്രണ്ട്സൊക്കെയാണ്. അവർ നിൽക്കുമ്പം ഞങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കേട്ടിട്ട് ഒരാൾ വിളിച്ചതാണ്. ഈസി ഹഫ്താത്തോ മിൽനേവാലാഹെ, നമുക്ക് കിട്ടും, അടി കിട്ടും എന്നുള്ളത് ഇങ്ങനെ പറയുകയാണ്. അപ്പം എൻ്റെ കോളാണ്. ഞാനാണല്ലോ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ദ പേഴ്സൺ ഹു ഹാസ് ടു ടേക്ക് ഡിസിഷൻ. വിശ്വാസമൊക്കെ പറയേണ്ട ആൾ ഞാനാണ്. സ്തോത്രം. അപ്പോൾ ഈ എടുത്തു ചാടുന്നതും ശരിയല്ല. നമ്മൾ ഒത്തിരി വീറും വാശിയും ഒക്കെ കാണിക്കുന്നതും ശരിയില്ല. ഞാനിങ്ങനെ ഭാരപ്പെട്ടു, കർത്താവ് എന്തോ ചെയ്യണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്തോ ചെയ്യണം? കർത്താവ് പറഞ്ഞു, ഈ ഉപവാസ പ്രാർത്ഥന അങ്ങനെ തന്നെ തുടരണമെന്ന് പറഞ്ഞു. ആമേൻ. എൻ്റെ അവസാനത്തെ ആഴ്ചയാണ്. അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തുടരാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവസാനത്തെ ദിവസമായപ്പോൾ 2 പേര് ആമേൻ ഹല്ലേലൂയ കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിക്കാൻ കർത്താവ് ഇടയാക്കി. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇഫ് യു ലിസൺ ടു ഗോഡ്, ആമേൻ ഹല്ലേലൂയ, ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മേ ബി സംടൈംസ് ദ ലോർഡ് ഹോൾഡ്സ് us also. As I was telling, when I was about to leave for ministry after my college, the Lord held me. Praise God, hallelujah. But if you listen to God, amen, hallelujah, I am for sure that we are going to, amen, hallelujah, we are going to have a really fruitful life. Praise God, hallelujah. So talking about the plan of God, amen, it's a personal plan in our lives. Praise God, hallelujah. So it's always, amen, hallelujah, when we look into the plan of God, many times we think that it's about our future, it's about our career. But again, amen, hallelujah, as we look into Acts chapter 9 verse 3 and 4, amen, hallelujah, it's the Lord calling Paul. Then he fell to the ground and he heard a voice saying to him, Saul, Saul, why are you persecuting me? I mean, we can see that, I mean, pronounce you and me there. Praise God, hallelujah. It's a personal call. Amen, hallelujah. So, എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയാൻ പറ്റിയതിൽ ഏറ്റവും വലിയൊരു കാര്യം, it's a wonderful thing to worship the Lord in a congregation many times. But again, once again, people of God, men of God, I mean, brother and sister, I mean, this is what I would like to encourage you as we have come to worship the Lord. Amen, hallelujah. Let's, amen, try to know him in person. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഈ കർത്താവിനെ ആമേൻ രുചിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ അവനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് മുൻപോട്ട് കടന്നു വരാം. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ആമേൻ പേഴ്സണൽ ആമേൻ ഹല്ലേലൂയ പ്ലാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദ ലോർഡ് ഹിംസെൽഫ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് ഈസ് ടെല്ലിംഗ് ദാറ്റ് ആമേൻ ഐ ഹാവ് എ purpose for you. Amen, hallelujah, dear Paul. As we read in amen Romans chapter 12 verse 2, praise God, hallelujah, verse 1 and 2, I beseech you therefore, amen, brethren, by the mercies of God, that you present your bodies, amen, a living sacrifice, holy, acceptable to God, which is your reasonable service, and do not be conformed to the world, amen, but be transformed by the renewing of your mind, that you may prove that what is good and acceptable and perfect will of God. Praise God, hallelujah. The second, amen, thing that when I tell about the plan of God, that it is a
perfect plan. Amen. Hallelujah. Many times as we are cooking up our lives, we might not feel that we are in the perfect will of God. Hallelujah. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ട്രാൻസിഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ many times we think that come on, നമ്മൾ എവിടെയാണ് എത്തിയത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, hallelujah, when you are walking in the plan of God, it is the perfect plan of God. Hallelujah. Many times we are struggling in our lives. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളാൽ we are confused. Hallelujah. നമ്മൾ കൺഫ്യൂസ് ആകാനുള്ള ഒരു കാരണം നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെ നോക്കി നമ്മൾ കൺഫ്യൂസ് ആകാറുണ്ട്. Praise God. Hallelujah. But again, hallelujah. Hallelujah. My dear brothers and sisters, hallelujah, make sure that we are continuing in the perfect will of God. Amen. Hallelujah. മൂന്നാമത്തെ കാര്യം, hallelujah, the will of God is always hallelujah, പ്രാക്ടിക്കൽ തിങ് ഇൻ ആർ ലൈഫ്സ്. നമ്മൾ ഈ ഐഡിയലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ hallelujah, കർത്താവ് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനോട് കർത്താവ് പറഞ്ഞാൽ, എന്നെ ആഗ്രഹിക്കുന്നവൻ ക്രൂശുമെടുത്ത് തന്നെ പിൻകൊണ്ടി. hallelujah, to take up the cross of Christ is going to be a difficult task. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ നുകം അത് ഭാരമില്ലാത്തതാണ്. മേരാ ജുവാ ജോ ഹൈ വോ ഹൽക്കാ ഹൈ. Praise God. Hallelujah. When we start walking in the plan of God, hallelujah, it's a plan that helps us to have a sustainable, a practical Christian life. Praise God. Hallelujah. I would like to close this time. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ I come from Chhattisgarh. I see the Lord moving powerfully in our place. Praise God. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് നടത്തി. അതിൻ്റെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ അതിൻ്റെ ആ ഫൈനൽ കാര്യത്തിന് വേണ്ടി വന്നപ്പോഴത്തേക്കും പ്രോബ്ലി പോലീസ് വന്നു. ഞങ്ങളുടെ അവിടുത്തെ ലീഡേഴ്സിനെയൊക്കെ അവർ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്ന് 8 പേര് അവിടെ സ്നാനപ്പെടാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് I found these people who couldn't take the baptism. അപ്പോൾ അവർ പറഞ്ഞു, ഭയ്യ ഹം ലോഗ് തോ യഹാ ഹൈ. we are all ready for Christ. ഇതാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. നോർത്ത് ഇന്ത്യ, there is persecution, there are so many challenges happening, but again I see the power of God, I see the hand of God moving in the land. Hallelujah. Once again I request the Orlando Church, as I am closing, hallelujah, we'll continue to pray for the land of India, the most populous country in this world, and I believe that God is going to do wonderful things in this land. Once again, thank you pastors for giving me this opportunity. May the Lord bless you as we are getting ready for our service. Thank you.